ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്. ഞങ്ങൾ ഇന്ന് എവിടെ പോവാ ഡേവിഡ്? ഇന്ത്യ പോവാ. യാ, അപ്പം ഞങ്ങൾ ഇന്ന് ഇന്ത്യയിൽ പോവാണ്. ഒരാഴ്ചക്ക് വേണ്ടി മാത്രമാണ് പോകുന്നത്. ഒരു സർപ്രൈസ് വിസിറ്റ് ആയിട്ടാണ് പോകുന്നത്. നാട്ടിലാരോടും പറഞ്ഞിട്ടില്ല വീട്ടിൽ. അപ്പം ഞങ്ങളുടെ ലഗേജൊക്കെ ഓൾമോസ്റ്റ് റെഡിയാണ്. എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുക, ഇറങ്ങാൻ പോവാണ്. അപ്പം ജിൻറ്റോ ഇവിടെ ഇല്ല. ജിൻറ്റോ ജോലിയുടെ കാര്യത്തിന് ബെൽജിയത്തിന് പോയേക്കുക. അപ്പം ഞങ്ങളെ അബുദാബിന്നാണ് ഞങ്ങളെ ഫ്ലൈറ്റ്. കൊണ്ടുവിടാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സാനിയ ഞങ്ങളെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിടും. ഇബൻ ബത്തൂത്ത മോളുടെ അവിടെ വരെ കൊണ്ടുവിടും. അവിടെ നിന്ന് ബസ് പിടിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ബസ്സിൽ എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ചുമ്മാതായിട്ടോ. ഈ ഇത്രയും ലഗേജ് പിടിച്ചുകൊണ്ട് ആരെങ്കിലും ബസ്സിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകും. ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ബസ്സിൽ പോകുന്നത്. അപ്പോൾ ബസ്സിൽ നിന്ന് അബുദാബി വരെ എയർപോർട്ടിൻ്റെ അവിടെ വരെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ കയറി പോകുന്നത്. ഡെന്നൂനെ കൊണ്ടുപോകുന്നില്ല, കാരണം ഡെന്നൂടെ വിസ അടിച്ച് കിട്ടിയില്ല. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് വിസ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പം വിസ അടിച്ച് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവനെ കൊണ്ടുപോകാൻ പറ്റൂല. ഉറക്കി കിടത്തിയിട്ടാണ്, പാവത്തിന് ഉറക്കി കിടത്തിയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പോയേക്കാം. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഓൺ ദ വേ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ ബസ് അവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഏത് നിമിഷവും പോവാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബസ്സിൽ പോയി കയറാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ബസ്സിൽ കയറി. ബസ് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. അപ്പം റെഡി ആയിട്ടിരിക്കുമായിരുന്നു പോകാൻ വേണ്ടി. അപ്പം ഞങ്ങൾ ഓടിയാണ് വണ്ടിയിൽ കയറിയത്. ലഗേജ് വെച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി കയറി. വണ്ടി പെട്ടെന്ന് തന്നെ വിട്ടു. അപ്പം എന്തായാലും ഇനിയും എയർപോർട്ട് 1 മണിക്കൂർ എടുക്കും അബുദാബി എയർപോർട്ടിലെത്താൻ. ഞാനും ഡേവിഡിനും ഒരുമിച്ച് സീറ്റ് കിട്ടി. സുച്ചാൻ പുറയിലാണ് സീറ്റ് കിട്ടിയത്. അപ്പം നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ എയർപോർട്ട് എത്തി. കണ്ടോ, ആ കാണുന്നതാണ് അബുദാബി എയർപോർട്ട്. അപ്പം നമ്മുടെ ബസ് എയർപോർട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ഹായ് ഗൈസ്, ഞങ്ങൾ വീണ്ടും ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരിക്കുവാണ്. ഞങ്ങൾ എയർപോർട്ട് വരെ എത്തിയായിരുന്നു. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടല്ലോ. എയർപോർട്ടിലും എത്തി. ഞങ്ങൾ അകത്ത് കയറി. അവിടെ ചെന്നപ്പം, അതായത് ഒരു 12:30 കാണുമല്ലോ, ആ സമയത്താണ് അവിടെ എഴുതി കാണിച്ച് ഫ്ലൈറ്റ് ക്യാൻസലായി എന്നുള്ളത്. നമുക്ക് അപ്ഡേറ്റ് വന്നതും 10 മിനിറ്റ് മുമ്പേ എങ്ങാണ്ട് ഫോണിൽ അപ്ഡേറ്റ് വന്നത്. ക്യാൻസലായി. പിന്നെ കുറേ നേരം അതിൻ്റെ പുറകെ നിന്നു. പക്ഷേ സൊല്യൂഷനൊന്നും കിട്ടിയില്ല. പിന്നെ നാളത്തെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ, അതായത് ഇന്നത്തെ അവിടെ നിന്ന് ഞങ്ങൾ ഇന്നത്തെ തന്നെ ബുക്ക് ചെയ്തു. വീണ്ടും എയർ ഇന്ത്യ തന്നെയാണ്. അതും ക്യാൻസലായി. അപ്പോൾ ഞങ്ങളിനി വേറെ ടിക്കറ്റ് കിട്ടുമോ നോക്കുവാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഭയങ്കര വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കറക്റ്റ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് തന്നെ. പക്ഷേ ആദ്യമായിട്ട് തന്നെ ഞങ്ങൾക്കൊരു ഭയങ്കര അഴുക്ക് എക്സ്പീരിയൻസ് കിട്ടി. കാരണം ഇന്നലെ ഫ്ലൈറ്റ് ക്യാൻസലായപ്പോൾ തന്നെ അവർക്ക് അപ്ഡേറ്റ് കൊടുക്കേണ്ടതാ. ഫർദർ അവർക്ക് ബുക്കിങ്സൊക്കെ ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു. അവരതൊന്നും ചെയ്തില്ല. ഇന്നത്തെ ബുക്കിംഗ് ഓപ്പൺ വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഇന്ന് വീണ്ടും അത് ക്യാൻസലാന്ന് കാണിച്ച്
ചിലപ്പോൾ ഒരുപാട് അത്യാവശ്യമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കാണും, അവരൊക്കെ സ്റ്റക്കായി പോകും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. അപ്പം ഞങ്ങളിപ്പം ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ നോക്കട്ടെ. ബുക്കാവുകയാണെങ്കിൽ പോകും, അല്ലെങ്കിൽ തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പോകേണ്ടി വരും. ഞങ്ങളപ്പം ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അപ്പം വെളുപ്പിന് 5 മണി. അപ്പം അതായത് ഇന്ന് വെളുപ്പിന് 5 മണി ഇവിടെ ദുബൈനാണ്. ദുബൈന്ന് ബോംബെ കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്, ബോംബെ ടു ട്രിവാൻഡ്രം. അപ്പം ഇപ്പം 5 മണിക്ക് ഇറങ്ങിയാൽ 9 മണി കഴിയുമ്പോഴത്തേക്ക് ബോംബെയിലെത്തും രാവിലെ. എന്നിട്ട് അവിടുന്ന് രാത്രി 11 മണിയാവുമ്പോഴേ ഉള്ളൂ അവിടുന്ന് ട്രിവാൻഡ്രത്തുള്ള ഫ്ലൈറ്റ്. അപ്പം ഞങ്ങൾ നാട്ടിലെത്തുന്നത് 10-ാം തീയതി വെളുപ്പിന് 1:30-ക്കായിരിക്കും. അപ്പം ഗൈസ്, എനിക്ക് പറയാനുള്ളത് എയർ ഇന്ത്യയിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യല്ല, പെട്ടുപോകും. അപ്പം അതാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും ഒരു ദിവസം വെയിറ്റ് ചെയ്യുക, അടുത്ത ഏതെങ്കിലും ഫ്ലൈറ്റ് നോക്കുക. എയർ ഇന്ത്യ എന്തായാലും നോക്കല്ലേ. റീഫണ്ടിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യവും അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളിപ്പോൾ ദുബായ് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ദുബായിൽ എയർപോർട്ടിൽ വന്ന് കയറി. അപ്പം ഞങ്ങളുടെ ചെക്കിൻ്റെ ടൈം ആയിട്ടില്ല. അപ്പം ഞങ്ങൾ ഓർത്തു ഇനിയും ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട്, ഞങ്ങൾക്ക് വേണ്ടായിരുന്നു, ഡേവിഡിന് വിശക്കുമായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതിയെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ ചെക്കിങ്ങിന് സമയമായി. അപ്പോൾ ചെക്കിങ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. Please hold on. The train is ready to depart to T gates. Passengers have a 1 hour early reservation. അപ്പോൾ നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് വന്നു. അപ്പം ഫ്ലൈറ്റിന് ഇനി സമയമുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണമായിരുന്നു. അതിന് വേണ്ടി ഞങ്ങൾ ലൗഞ്ചിൽ കയറി. ബോംബെയിൽ വെയിറ്റ് ചെയ്യണം, എന്നിട്ടേ ഉള്ളൂ ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ്. അപ്പം നമുക്ക് ബോംബെ ചെന്നിട്ട് കാണാം. ബോംബെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ലാൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ടെർമിനൽ 2-ലാണ് ലാൻഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ടെർമിനൽ 1-ലോട്ട് പോകണം. അപ്പം ഞങ്ങളുടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ടെർമിനൽ 1-ലാണ്. അപ്പം നമുക്ക് ലഗേജൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ടെർമിനൽ 1-ലോട്ട് പോകണം.
ടെർമിനൽ 1 ഞങ്ങൾ കയറാൻ പോവാ. ഗൈസ് കണ്ടോ, ഫുൾ എയർപോർട്ട് കാലിയാണ്, ഇവിടെ ആരുമില്ല. ഞങ്ങളുടെ ഫ്ലൈറ്റും രാത്രിയില്ല. ഈ ടെർമിനലിൽ ആരും വരാറില്ലേ? ഇവിടെ ആരും. ഇത് ഡൊമസ്റ്റിക് എയർപോർട്ട്, എന്നാൽ തങ്ങും ആരുമില്ല. ഓക്കെ, ലോഞ്ചിൽ പോവാ. ഓക്കെ ഗൈസ്, ഞങ്ങളിനി ലോഞ്ചിൽ പോവാം. പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. വിശക്കുവാണ്. ഡേവിഡിന് വിശക്കുന്നോടാ? ഇല്ലേ? ഞങ്ങൾ തിരിച്ചിറങ്ങി, കാരണം നമ്മുടെ രാത്രിയിലത്തെ ഫ്ലൈറ്റ് അല്ലേ, അപ്പോൾ അവർ ചെക്കിൻ ഇപ്പോൾ ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് എക്സിറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളൊരു മൂവി കാണാൻ വേണ്ടി പോവാം, ഐനോക്സ്, ഇവിടുത്തെ ഐനോക്സിൽ. അപ്പം മൂവിയും കണ്ട് എന്തെങ്കിലും കഴിക്കണം ആദ്യം. ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞു ഇവിടെ, പക്ഷേ വിശപ്പുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം. അതുകൊണ്ട് ഒരു മൂവിയൊക്കെ കണ്ടിട്ട് ചെറുകെ വരാമെന്ന് വിചാരിച്ചു. റിക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ ഡേവിഡ് ഇതുവരെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓല ബുക്ക് ചെയ്തു. അപ്പം ഓട്ടോറിക്ഷയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഡേവിഡ്, ആർ യു എക്സൈറ്റഡ് ടു ഗോ ഇൻ ഓട്ടോറിക്ഷ? യെസ്. അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറാൻ പോവാണ്. പോകാം.
ഞങ്ങളാണെങ്കിൽ മൂവിയൊക്കെ കണ്ട് മോളിലൊക്കെ കുറച്ച് കറങ്ങി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാറ് ഓല പിടിച്ച് തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ വന്നു. കയറിയിട്ട് ഇപ്പോൾ ലൗഞ്ചിൽ കയറി ആഹാരം കഴിക്കാൻ വേണ്ടി. ഫുഡാണല്ലോ നമ്മുടെ മെയിൻ. അപ്പം ഫുഡ് കഴിക്കാൻ കയറി. ഇനിയും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണം. ഞങ്ങളുടെ ഫ്ലൈറ്റ് 11:15 രാത്രി. അപ്പം ചെറുകെ കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി, സമയമുണ്ട് ഇഷ്ടം പോലെ. അതെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ജ്യൂസ് കുടിക്കുക. ആപ്പിൾ ജ്യൂസ് കുടിക്കുകയാണ്. ആഹാരം അത്ര പോരാ, കുഴപ്പമില്ല, അത്ര പോരാ. ഫിഷ് മാത്രം കൊള്ളാം, ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ കേർഡ് റൈസ് ഉണ്ടായിരുന്നു, അതും കൊള്ളാം. പിന്നെ ഒരു ഖീറുണ്ട്, അതും എനിക്കിഷ്ടപ്പെട്ടു. ബാക്കിയൊന്നും അത്ര സുമാറില്ല, കഴിക്കാവുന്നതേ ഉള്ളൂ. റൈസിനകത്ത് വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ റൈസ് എന്തായിരുന്നു വെച്ചാൽ വേറെ എന്തോ റൈസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കോൺ ഇട്ട എന്തോ റൈസ്, അതും കുഴപ്പമില്ല കഴിക്കാം. ചിക്കൻ കറി ഉണ്ടായിരുന്നു. കറി ചാറ് നമുക്ക് ഇട്ട് കഴിക്കാം, കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കിറങ്ങാം. ഞങ്ങളുടെ ഈ ഫ്ലൈറ്റും ലേറ്റായി. 11:15 ഫ്ലൈറ്റ്. അതിപ്പോൾ 12:30 കാണിക്കുന്നത്. അപ്പം പലരും ഇവിടെ വന്ന് ടൈം ചോദിച്ച് ലേറ്റ് ആവാനുള്ള റീസണൊക്കെ ചോദിച്ച് ഒക്കെ നടക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങളും ആ കൂട്ടത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഞങ്ങളുടെ ബോർഡിംഗ് ആയി. അപ്പം ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ലോങ് ജേർണിക്ക് ശേഷം തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ ലഗേജ് പോയി പിക്ക് ചെയ്യണം. എന്നിട്ട് അതുവഴി പുറത്തോട്ട് ഇറങ്ങും. അപ്പോൾ പുറത്ത് വണ്ടിയും കൊണ്ട് ജീംസ് അച്ചാച്ചൻ കാണും, വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്, എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും അറിയത്തില്ല ഞങ്ങൾ വരുന്ന കാര്യം. അപ്പം അവർക്കൊരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ വീട് അടുക്കാറായി. അപ്പം ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം.
അപ്പം നമുക്ക് എല്ലാവർക്കും വീണ്ടും അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും ബൈ. ബൈ. ഇനി ഉറങ്ങിയോ?